ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹൈദരാബാദ് FC കോച്ച് ഷമീൽ ചബകത്ത് പറഞ്ഞ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരുമിച്ച് AFC പ്രോ ലൈസൻസ് എടുത്ത കോച്ചുമാർ തമ്മിൽ, മലയാളി കോച്ചുമാർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഷമീൽ ചബകത്ത് അതുപോലെ തന്നെ TG പുരുഷോത്തമന്. എന്തായാലും ആ ഒരു മാച്ചിൽ ആർക്കും വിജയമില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ഹൈദരാബാദ് FCക്ക് എതിരായിട്ടുള്ള കുറേ ഡിസിഷൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോറ ഫെർണാണ്ടസിൻ്റെ ആ ഒരു സേവ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ലൈൻ ഇപ്പുറത്തിറങ്ങിയുള്ള സേവായിരുന്നു. സോ അതൊക്കെ ഒരു നമ്മൾ ഹൈപ്പ് ചെയ്ത് സേവ് എന്ന് യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് സാധാരണ ഞാൻ വിചാരിച്ചു ഈ ഒരു സമനിലയായത് നല്ല തെറിവിളിയായിരിക്കാം കമൻറ്റ് ബോക്സിൽ, അതായത് ഈ ഒരു റിസൾട്ട് ഇടുന്നതിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ നല്ല തെറിവിളിയായിരിക്കും എന്നാണ്. പക്ഷേ അവിടെ എന്താ നോറ ഫെർണാണ്ടസ് വേറെ ലെവൽ പുളി, ഇതൊക്കെയാണ് അവിടുത്തെ ഈ മീഡിയ കോർ ഫാൻസിനെ കൊണ്ട് ഞാൻ തോറ്റു. അതായത് ഹൈദരാബാദ് ഫിനാൻഷ്യലി വീക്കായിട്ട് ഏറ്റവും അവസാന സമയത്ത് ഒരാളെ ഏറ്റെടുക്കുന്നു. എങ്ങനെയോ ആ ഒരു ക്ലബ്ബ് ഈ ഒരു സീസൺ തട്ടിമുട്ടി കളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ വരുന്നു. ബട്ട് അവരുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് അവർ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ളത്. അതായത് ഒരു പോയിൻ്റ് മാത്രമാണ് അവർ കേരള ബ്ലാസ്റ്റേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, ആദ്യത്തെ മത്സരത്തിൽ തോറ്റു, ഈ ഒരു മത്സരത്തിൽ സമനില, ഒരു പോയിൻ്റ് മാത്രം. ഇതൊരു 6 പോയിൻ്റ് കിട്ടേണ്ടിടത്താണ് അതൊരു വീക്ക് ടീമാണ് ഹൈദരാബാദ് FC. സോ അവർക്കെതിരെയാണ് 1 പോയിൻ്റ് നമ്മൾ നേടിയത്. സോ എന്തായാലും ഒന്നും പറയാനില്ല, വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പിന്നെ അതിൽ ഫാൻസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിനേക്കാട്ടി ദാരിദ്ര്യം പിടിച്ച കുറേ ഫാൻസും, ഒന്നും പറയാനില്ല. ഇതിലെടുത്ത് പറയേണ്ട കാര്യം ഷമീൽ ചബകത്ത് പറഞ്ഞൊരു കാര്യമാണ്. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പോലൊരു ടീമിനെതിരെ വളരെ മികച്ചൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. സൗരവിൻ്റെ ഗോൾ വളരെ മികച്ചൊരു ഗോളായിരുന്നു. എന്തായാലും അത്രയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത